ക്യാമറ ഒരു ധൈര്യമാണ്. ക്യാമറ എന്ന് പറയുന്നത് ഒരു ധൈര്യമാണേ. അതുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്കിങ്ങനെ നടക്കും. ക്യാമറ ഇല്ലാതെ ഒന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്യാമറ അവർ കാണാം, അത്യാവശ്യം എല്ലാവർക്കും കാണാൻ പറ്റും. കാണാതിരിക്കുക അവരാരും കറക്റ്റ് കാണാൻ പറ്റും. ഞാൻ കറക്റ്റ് കാണുന്നുണ്ടല്ലോ ക്യാമറ വെച്ചോണ്ട് പറഞ്ഞവന്മാർ. സോ അത് കാണാൻ പറ്റും. സോ എന്നിട്ട് അവർ കുഴപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ അവരെന്തോ ഒരു മൈരന്മാരായിരിക്കുമെന്നും മൈരത്തികളായിരിക്കുമെന്നും അറിയാമല്ലോ. അപ്പം നോർമലി എന്തായിരിക്കും നമ്മൾ വരികയാണെങ്കിൽ ഇതൊന്നും ആരും കാണൂല. ഇതൊന്നും ആരറിയാൻ പോണോ അവന് തിരിച്ചൊന്ന് ചോദിക്കാൻ പോകണമെന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള പിള്ളേരൊക്കെ ചോദിക്കും. പിള്ളേർ വന്ന് അടിയാണ് ഇതിൻ്റെയൊക്കെ പേരിൽ. പപ്പടം കൊടുക്കാത്തതിനൊക്കെ അടിയുള്ള കാലം കേട്ടോ. ഇപ്പോഴത്തെ പയ്യന്മാരുടെ 2K പിള്ളേർ പക്ക നമ്മളെ പിള്ളേർ നമ്മളെല്ലാം, ഞാൻ എൻ്റെ കാര്യം പറയണമല്ല, പക്ഷേ 2Kയിലെ പിള്ളേരൊക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് മുട്ടം പണിയായിരിക്കും. അവർ വന്ന് നല്ല മുട്ടം പണിയായിരിക്കും തരണത്. ഡോമിനോർ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഓട്ടിക്കുന്നത്. ഇതൊക്കെ എന്താണ്, ഇതിന് ഇത്രയും നല്ല സുഖം ഉണ്ടായിരുന്നു. എന്നാൽ ഒന്ന് കാണണമല്ലോ. ആ സുഖം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അതൊരു നൈസ് സ്പോട്ട് തന്നെയാണ്, മനസ്സിലായോ? എന്തായാലും അവിടെ ഒന്ന് പോയിട്ട് വരാം. അവിടുത്തെ നാട്ടുകാരൊക്കെ സീനാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകണോണ്ട് സീനാവൂലായിരിക്കും. ഗ്രൂപ്പായിട്ടൊക്കെ പോകും. 1-2 പേരായിട്ട് പോയാലും സീനാവും എന്നാണ് എനിക്ക് തോന്നണത്. എന്തായാലും ഇന്ന് കാണാമല്ലോ. അവിടെ എന്തൊരു ഉത്സവമാണ്. എന്നാൽ തേഞ്ഞു 6:45 ഇന്നത്തെ പരിപാടിയൊന്നും. വണ്ടി എന്തായാലും സെറ്റ് ചെയ്ത് തന്നു കേട്ടോ അവർ. നോക്കിയാൽ നിങ്ങൾ കണ്ടല്ലോ വണ്ടി ഓഫാവണ്. ഫസ്റ്റ് ടൈമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം എന്തായാലും ഉണ്ടായില്ല. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഇതെന്താ ഞാൻ വിചാരിച്ചു. അമ്മാതിരി ഒരു ദുരന്ത സീനായിരുന്നു. ഈ റോഡൊക്കെ കിടിലാക്കി കേട്ടോ, ഒരു രക്ഷയില്ല. ഏതെങ്കിലും പുണ്ടച്ചിമാര് പറന്നു വന്നാ ഊമ്പും. ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യം. താഴെ കോവിൽ ഉത്സവമാണ്. വാവും, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂവും പരിപാടികളൊക്കെ. എന്ത് കിടിലാണല്ലേ ഇതൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടും പ്രദേശത്തിൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെ. വിഷു കണിക്കൊന്നയൊക്കെ പൂത്ത് നിൽക്കുന്നു. എന്ത് കിടിലുമാണ്, ഒരു രക്ഷയില്ല. എന്തായാലും പോയിട്ട് വരാം. പുഞ്ചക്കരിയിലൊന്ന് പോകണം. പുഞ്ചക്കരിയിലൊന്ന് പോകണം പിള്ളേരെ. സോ രക്ഷയില്ല, കിടിലം. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടായിട്ട് നിങ്ങളെ കാണിച്ചു തന്നിട്ടല്ലേ വേറെ ദൂരെ പോയിട്ട് കാര്യം. അത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ. ഈ ടയറൊന്ന് വേറെ ലെവലാക്കിയാലേ ലോങ് റൈഡൊക്കെ ചെയ്യാൻ പറ്റും. ടയറൊന്ന് മാറ്റണവരെ ടയർ മാറ്റിക്കോട്ട്. എല്ലായിടത്തും ഞാൻ പോവും. ബോഡി എല്ലായിടത്തും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ഞാൻ പോവും. പള്ളിയും പള്ളിയുടെ ഒരു എസ്തെറ്റിക്സ്, ഇവിടെ പള്ളിയും എല്ലാം ഉണ്ട്. ഇവിടെ റോഡൊക്കെ വന്നാക്കി. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇത് ഫുൾ മണ്ണും മറ്റേ ഇതൊക്കെ ആയിരുന്നു. ഇവിടെ വീടുകളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ആലോചിക്കണം. ഞാനിവിടെ വീടൊക്കെ ഇന്നത്തെ ഫുൾ ഓഫ് റോഡാണ് ഇരുന്നത് ഇവിടെ. ഓഫ് റോഡെന്ന് വെച്ചാൽ അങ്ങനത്തെ ഓഫ് റോഡല്ല, ചെറിയ നൈസ് ഓഫ് റോഡ്. പോലീസ് എല്ലാവരും വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമ്മളിവിടെ വെള്ളം അടിച്ച് നടന്നതാണ് നമ്മളെ ഗ്യാങ് ഫുള്ളും. എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി. ഫുൾ ഓഫ് റോഡും കിടിലം വൈബ്. എങ്ങനെയുണ്ട്, രക്ഷയില്ലല്ലേ. ഇതിൻ്റെ താഴോട്ട് വീണ് കഴിഞ്ഞാൽ ചത്തവൻ കണ്ടോ. തങ്ങ് താഴെയാണ്. ഇതൊക്കെ ഇവിടെ വെച്ച് ഓഫായുള്ള അവസ്ഥ ആലോചിച്ചു. ഊമ്പു തേഞ്ഞ്. വാവ്, ഇതാണ് ഇവിടുത്തെ പരിപാടി. ചറക്കി അടിച്ചൊന്ന് വീഴല്ലേ, പണി കിട്ടും, മൊത്തം പണി കിട്ടും. ഇല്ല, വണ്ടി അത്യാവശ്യം പൊളിയാണ്, പക്ഷേ ടയർ അത്യാവശ്യം പൊളിയല്ല. അതാണ് പ്രശ്നം. ഇതിൻ്റെ ടയർ MRF റഫ്സ് വളരെ മോശം ടയറാണ്. സ്റ്റോക്ക് ടയറാണിത്. ഷോറൂമിൽ തന്നപ്പോഴുള്ളൂ, മാറ്റിയിട്ടില്ല. ഇനി മാറ്റേണ്ട സമയമായതേ ഉള്ളൂ.
വളരെ മോശം. അയ്യോ കാറ്റടിച്ചില്ല, അതാണ് സീൻ. കാറ്റടിച്ചില്ല. നമ്മളിവിടെ ഒരു അണ്ണൻ്റെ കടയുണ്ട്, കാറ്റുണ്ടോയെന്ന് തന്നെ ഡൗട്ടാണ്. കുറേ ദിവസം ഇങ്ങനെ ഇരിക്കുകയല്ലേ. കാറ്റ് കുറവാണെന്നൊന്നും ജസ്റ്റ് നോക്കണേ, ഇല്ലെങ്കിൽ നിനക്ക് നല്ല മുട്ടം പണിയായിരിക്കും കിട്ടണം. കാറ്റിൻ്റെ ഒരു സീനാണ് ഇവിടുത്തെ ഒരു സീൻ. വാവ്, ഇവിടെ ഇങ്ങനെയൊക്കെ ആക്കിയ അന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത്രയും ദൂരം ഉണ്ടായിരുന്നു. ഇതെന്തിനാണതൊക്കെ? ഓ മയിരി, നല്ല ഡാർക്ക് സീൻ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, കാറ്റുണ്ടാന്ന് നോക്കും മയിരി. എന്തൊരു സ്ഥലമാണ് ഇത്. കാറ്റൊക്കെ അത്യാവശ്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കുറേ ദിവസം എടുക്കാതിരുന്നിട്ടാണ് എടുക്കണം. കാറ്റടിക്കണമായിരുന്നു. എന്തൊരു വ്യൂടെ ഇത്. വമ്പൻ കോപ്പ്. ഇതൊക്കെ കാണാതെയാണ് ഗ്രേറ്റസ്റ്റ്. ഇനി മേളിൽ എന്തായിരിക്കും? ഓ മൈ ഗോഡ്, ഗ്രേറ്റസ്റ്റ്. ഇവിടെ ഇത്രയും കിടിലാക്കിയെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പണ്ട് ഇങ്ങനെ വരണത് വേറെ റൂട്ടാണ്, ഇങ്ങനെ എന്തൊക്കെയായിരുന്നു ഞാൻ മറന്നുപോയി. അല്ല ഇങ്ങനെ തന്നെ ആയിരുന്നു, പക്ഷെ ഇങ്ങനെ അല്ലേ. ഒരു വൃത്തി വേറെ ലെവലായി. ഭയാനകം. ട്രിവാൻഡ്രത്തിൻ്റെ 360 വ്യൂ കാണാൻ പറ്റുന്ന സ്ഥലമാണിത്. നമ്മൾ പണ്ട് വെള്ളം അടിക്കാൻ പറഞ്ഞ സ്പോട്ടാണ്. ഇപ്പോൾ ഇവിടെ വരാറില്ല, വർഷങ്ങളായി. വെള്ളം അടിയുമില്ല. കോളേജിൽ പഠിച്ചിരുന്ന സമയത്തും അതിന് മുമ്പും +2 കഴിഞ്ഞാൽ തൊട്ടിട്ട് 18 വയസ്സായത് തൊട്ടിട്ട് ഇവിടെ വന്ന് വെള്ളം അടിക്കുമായിരുന്നു. ഇവിടെ വന്ന് ഡാൻസും ബഹളവും കൂത്തുമായിരുന്നു. പക്ഷെ വേറെ ഒരു സീനും നമ്മൾ എടുക്കില്ല. നമ്മൾ ഗ്യാങ്ങായിട്ട് വരും, വേറെയും ടീംസ് ഇവിടെ വരും. കിടിലമായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ കമ്പനിയാവും. ഇവിടെ പല ടീംസും വരും. നമ്മളെ നാട് തന്നെ, എൻ്റെ നാട്. എന്ത് കിടിലുമാണല്ലേ. വാവ്, this is മോനെ, നിൻ്റെ അവറ ഒരു രക്ഷയില്ല. നീ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കണത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? മറ്റേ കൊണ്ടില്ല എന്ന് ഞാൻ പറയണില്ല, പക്ഷെ എന്നാലും നീയാണ് എൻ്റെ ഏറ്റവും വലുത്. എൻ്റെ നമ്പർ പ്ലേറ്റ് നേരത്തെ വളഞ്ഞിരുന്നു, അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനുള്ള തീരുമാനം ഉടനെ ഉണ്ടാക്കണം. സോ ഒരു പാട്ട് പാടാനാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നണത്. ഒരു രക്ഷയില്ല. എന്താടാ ഇത്? ഞാൻ ഇവിടെ നിന്ന് പോണില്ല. പുഞ്ചക്കരിയൊക്കെ പിന്നെ വിസിറ്റ് ചെയ്യാം. പുഞ്ചക്കരിയിൽ പോയി മടുത്ത്. പുഞ്ചക്കരി അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ സ്പോട്ടുകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. വീടിൻ്റെ ചുറ്റുപാടുള്ള എല്ലാം ട്രിവാൻഡ്രം ഫുൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്ന സ്പോട്ടുകളും എല്ലാം. സോ നല്ലൊരു പാട്ട് പാടാനാണ് എനിക്ക് തോന്നിയത്. എന്ത് പാട്ട് പാടും? രാവിൻ നീലാക്കായൽ ഓളം തുളുമ്പുന്നു, നാണം മയങ്ങും പൊന്നാമ്പൽ. ഇതോ റോഡ് കണ്ടില്ലേ? പ്രേമാർദ്രമാകുന്നു സബലമീ ജീവിതം പ്രേമപൂർണം. ഈ പാട്ടൊക്കെ ഈ ഇടയ്ക്ക് യൂട്യൂബിലിരുന്ന് ഈ നൊസ്റ്റാൾജിക് ഓൾഡ് പാട്ടുകൾ കേട്ടപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റേഞ്ചേ മനസ്സിലായത്. അന്ന് കേട്ടപ്പോൾ അതൊക്കെ റെഗുലറായിട്ട് ഫീൽ ചെയ്ത് പോയെങ്കിലും പിന്നെയാണ് അതിൻ്റെയൊക്കെ വില മനസ്സിലായത്. ഈ പാട്ടൊക്കെ എന്ത് ഹെവിയാണ്, രോമാഞ്ചം വരും. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ. ഇതോ റോഡൊക്കെ പോണ കണ്ടില്ലേ? ട്രിവാൻഡ്രം 360. ഇതോ കോവളം ബീച്ച്, ശംഖുമുഖം, അങ്ങനെ പോവും എല്ലാം. ട്രിവാൻഡ്രം 360 വ്യൂ ആണിത്. അത് പണ്ടേ നമുക്കറിയായിരുന്നു, പക്ഷെ നമുക്കതൊക്കെ റെഗുലറായിട്ട് കണ്ടു കിടന്നുകൊണ്ട് അതൊക്കെ നമ്മൾ ഇത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. അന്നത്തെ കാലത്ത്, അന്ന് സോഷ്യൽ മീഡിയ, അന്ന് നമ്മളിവിടെ വന്നുകൊണ്ടിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ഇതായിട്ടില്ല. ഇതൊക്കെ എത്രയോ വർഷം മുമ്പ് വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ.
ഇപ്പോഴാണ് ഇതിൻ്റെ വില മനസ്സിലായത്. ഇത് ആൾക്കാർ അറിഞ്ഞ് ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ, പലരും വീഡിയോ ഇട്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ ആൾക്കാർ വന്നത്. ഇനി ശരിക്കും ആൾ വരും ഇവിടെ. അമ്മാതിരി ഒരു സ്ഥലം, ഒന്നും പറയില്ല. സോ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാറ്റും കൂടെ അടിക്കണമായിരുന്നു, അതാണ് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. വാവ്, ഗ്രേറ്റസ്റ്റ് ഫീലിങ്സ് എവർ ഹാഡ്. ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ആൾക്കാരുടെ. പക്ഷെ ഇവിടെ കൂടെ ഇങ്ങനെ നമ്മൾ ഇത് തന്നെ. പക്ഷെ ഇന്നിങ്ങനെയൊക്കെ ആക്കി വേറെ ലെവൽ, ഒരു രക്ഷയില്ല. ആൾക്കാരൊക്കെ വന്നിട്ട് വാവ്, ഓ ഫക്കിങ്, എന്ത് കിടിലല്ലേ, വേറെ ലെവലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്തൊരു പണ്ണൽ. ലോകേഷൊക്കെ കമലഹാസന് പണിയതുപോലെ ഒരു സ്ഥലം. എന്തോന്നറിയത്. എന്തായാലും തിരിച്ചു വരുമ്പോൾ ഒന്ന് കാണിക്കും. കണ്ടില്ലേ, വാവ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. എന്തുമായിരി വമ്പൻ. ഈ പെബിൾസ് സീനാണ്, മുമ്പിയ ടയറും കൂടെ ഉണ്ട്. പെബിൾസ്, ഇത് ശവപ്പഴ മറ്റേ ഈ സെമിത്തേരിയൊക്കെയാണ്. സെമിത്തേരി, അപ്പോൾ അങ്ങോട്ടൊക്കെ സെമിത്തേരി. ഓ, എന്തോന്ന് വീടെ അതൊക്കെ, ഭയാനകം. ഇവിടുത്തെ വീടുകളൊക്കെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞു. ഇവിടെ ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ട്. സൂപ്പർ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി. ഇവൻ ഓഫ് റോഡ് വേറെ ലെവലിൽ തന്നെ ചെയ്യും. ഇവന് ഓഫ് റോഡ് വേറെ കൂടെ ഇട്ട ഇവൻ വേറെ ലെവലിൽ പണ്ണു. ഈ പെബിളൊക്കെ കയറാണ്ടില്ലേ, ഇതൊക്കെ ഊമ്പിയ പെബിളാണ്. അത്യാവശ്യം ഓഫ് റോഡിങ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മയിരി കയറും, ഇല്ലെങ്കിൽ അത് വല്ല വിളയിലും പോയി കിടക്കും. ഇതൊക്കെ എന്ത് കിടിലുമാണ്. വാവ്, ഗ്രേറ്റ്.